മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റപ്പോൾ സഭയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ജനകീയ മെത്രാൻ ഇതാ വരുന്നു എന്നാണ് വിശ്വാസികളുടെ പ്രതീക്ഷ. അങ്ങനെ തന്നെയാണ് വിശ്വാസികൾ കരുതിയിരുന്നത്. എന്നാൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അതേ വിശ്വാസികളുടെ വലിയൊരു വിഭാഗത്തിന്, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്ക് അഭിമതനല്ലാത്ത മെത്രാൻ എന്നൊരു പേരുണ്ടാക്കിയിട്ടുണ്ട്. മാർ റാഫേൽ തട്ടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെയും ഒരു വിഭാഗം വിശ്വാസികളുടെയും സമ്മർദ്ദത്തിന് ഇപ്പോഴും വഴങ്ങുന്നു എന്നാണ് വിശ്വാസികളുടെ പക്ഷം. ഒരു പരമാധികാര സഭയുടെ തലവൻ എന്ന നിലയിൽ സ്വന്തമായ വ്യക്തിത്വവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിയുന്നില്ല എന്ന വിശ്വാസികളുടെ വിലയിരുത്തൽ വത്തിക്കാനുമുണ്ട്. അതാണ് റാഫേൽ തട്ടിലിന്റെ പ്രതിച്ഛായയ്ക്ക് ഏറ്റ തകർച്ചയുടെ കാരണം. പിന്നെ പാംബ്ലാനിക്കെതിരെയും നിരവധി വിമർശനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വത്തിക്കാന്റെ കൽപ്പന ലംഘിച്ച് പ്രാദേശികമായ വിട്ടുവീഴ്ചകൾ ചെയ്ത മെത്രാന്മാരുടെ വത്തിക്കാൻ അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സഭയുടെ ഐക്യത്തെക്കാൾ ഉപരിയായി താൽക്കാലിക സമാധാനത്തിനു വേണ്ടി വത്തിക്കാന്റെ അധികാരം അത് പണയപ്പെടുത്തി എന്ന ആക്ഷേപമാണ് ഇപ്പോൾ റോമിൽ നിന്ന് മാർ റാഫേലിനെതിരെയും മാർ പാംബ്ലാനിക്കെതിരെയും ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്.